ഇന്ന് നമ്മൾ റേഷൻ പുഴുങ്ങലരി വെച്ച് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇതൾപ്പത്തിരി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇതിലേക്ക് നമ്മൾ മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇതൾപ്പത്തിരി റെഡിയാക്കി എടുക്കാനായിട്ട് റേഷൻ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന പുഴുങ്ങലരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറെല്ലാം വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമ്മളൊരു 1.5 കപ്പ് തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കുക. ശേഷം നമ്മൾ അതിൽ നിന്നൊരു 1/4 ഭാഗം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി നമ്മൾ ഫുള്ളായിട്ട് ഒരുമിച്ചല്ല കേട്ടോ അരച്ചെടുക്കുന്നത്, ഒരു 2-3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നാലാണ് നല്ല ഫൈനായിട്ട് നമുക്കിത് അരയ്ക്കാനായിട്ട് പറ്റുക. ഇതുപോലെ ഫുള്ളായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനെല്ലാം യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ കുഴയ്ക്കുക. എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് ഒരുപാട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 3 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അത് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെയാണ്. ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3 പീസ് ചിക്കൻ സാധാരണ ചേർത്ത് കൊടുക്കാറുള്ള മസാല പൗഡറെല്ലാം ചേർത്ത് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഇതൾപ്പത്തിരി നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് വേവിക്കുന്നത്, ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റീമർ എടുത്തിട്ടുണ്ട്. സ്റ്റീമറോ ഇഡ്ഡലിത്തട്ടോ എടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരു വാഴയില റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിൽ ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അരച്ച് വെച്ചിട്ടുള്ള, അതിൽ നിന്നും ഇതുപോലെ ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പരത്തി വെക്കുകയാണ്. പരത്തിയതിന് ശേഷം ഇലയോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റീമറിലേക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിലേക്കോ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിതുപോലെ ഇതിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള ഇതൾപ്പത്തിരി കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് വാഴയിലൊരു അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ കൈ വെച്ചിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ വാഴയിലയിൽ നിന്നും പതിയെ നമ്മൾ ഇതൊന്ന് എടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ശേഷം വീണ്ടും അതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫില്ലിങ് നിരത്തി വെച്ച് കൊടുക്കുക. സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ ഇതൾപ്പത്തിരി വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക, ഇതൾപ്പത്തിരി വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറിനിടയിലും ഇതുപോലെ ഫില്ലിങ് വെക്കുക, ഇതൾപ്പത്തിരി വെക്കുക. ഓരോന്നും വയ്ക്കുന്നതിനിടയിലും നമ്മൾ കൈ വെച്ചിട്ട് സൈഡ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം തമ്മിൽ കൂട്ടി ഒട്ടി പിടിക്കുകയും ചെയ്യും, നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ നന്നായിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പപ്പടക്കോല് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ഒരുപാട് ഹോളിട്ട് കൊടുത്താൽ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി വരും. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റീമറിൽ നേരത്തെ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് നമ്മുടെ ഇതൾപ്പത്തിരി വെച്ചിട്ടുള്ള തട്ട് വെച്ച് കൊടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് വാഴയില വെച്ച് കൊടുക്കുക. വീണ്ടും അടപ്പ് വെച്ച് കൊടുക്കുക. അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 40-45 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടെടുക്കാം. സ്റ്റീമറിനകത്തുള്ള വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് വാഴയില പതിയെ എടുത്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതൾപ്പത്തിരി എടുത്ത് മാറ്റാം. സ്റ്റീമറിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല ലെയറോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.